ഡസ്റ്റർ 2014 സിംഗിൾ ഓണർ ഡീസല്. 2011 വെൻഡോ 1.25 കിലോമീറ്റർ തേർഡ് ഓണർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2012 VDI സ്വിഫ്റ്റ് ഡിസയർ തേർഡ് ഓണർ 110 കിലോമീറ്റർ, നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി. 2009 LXI വാഗണാർ 29 വരെ പേപ്പറുണ്ട്. 2013 എറാ പ്ലസ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡോ മറ്റോ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയാൻ വയ്യ, എല്ലാം ഓർമ്മ വയ്ക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയെന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് തട്ടുപാലം എന്ന് പറയുന്ന ഭാഗത്തായിട്ടുള്ള നമ്മളെ ഈഞ്ചവളയിലാണ് വന്നേക്കുന്നത്. സാധാരണക്കാർക്കുള്ള ഷോപ്പ് എന്നാണ് ഞാൻ പറഞ്ഞെങ്കിലും ഇത്തവണ കുറച്ചുകൂടി മിഡിൽ ക്ലാസ് ഫാമിലിയെ പറ്റിയവർക്ക് കൂടിയൊക്കെ എടുക്കാവുന്ന ടൈപ്പ് വണ്ടികളും കൂടിയൊക്കെ ഒക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ വന്ന് നടപ്പുണ്ട്. പുതിയത് പഴയത് 1-2 വണ്ടികളെ കാണുള്ളൂ, ആ രീതിയിൽ ബാക്കി എല്ലാം പുതിയ വണ്ടികളാണ്. അപ്പോൾ പുതിയ വണ്ടികളുടെ വിശേഷങ്ങൾ തരാൻ വേണ്ടി വന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ മെക്കാനിക്കിൻ്റെ കാര്യം, മെക്കാനിക്കൽ എന്ന് പറയരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോവുക. അതിവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും യൂസ്ഡ് വണ്ടി എടുക്കുമ്പം നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം. മെക്കാനിക്കലിനെ എന്ന് പറയരുതെന്ന് ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു. ശ്രദ്ധിക്കാം കേട്ടോ, ഇനി തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ പറയുന്ന ഒരു വെപ്രാളത്തിൽ അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ബാ ഇക്ക, നമസ്കാരം. നമസ്കാരം. അപ്പോൾ വീണ്ടും 1 മാസത്തിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു തുടങ്ങി ഈഞ്ചവള വീഡിയോ ചെയ്യൂ, അങ്ങനെയാണ് മെയിനായിട്ട് ഇന്ന് വിളിച്ച കാര്യം. അതെ. പിന്നെന്താ ഈഞ്ചവള ഒരു വികാരമാണോ, അങ്ങനെ എന്തൊക്കെയോ കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നൊക്കെ വിളിച്ച് തിരക്കാം. അപ്പോൾ ഞാൻ ഈ റൂട്ട് പോകുന്നതിൻ്റെ വിലയാണ് ഞാൻ ചോദിച്ചത്, ഇന്ന് തന്നെ എനിക്ക് തരാമോന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടികളുടെ ഒരു വിശേഷങ്ങൾ എങ്ങനെയാണ്? നല്ല ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് സനൂപി. അന്നത്തെ വീഡിയോയിലുള്ള ഒരു വണ്ടി ഇല്ലെന്ന് തോന്നുന്നു, 1-2 വണ്ടി അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനും തുടക്കം അങ്ങനെ, ബാക്കിയെല്ലാം വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല വണ്ടികളാണ് എടുത്തിട്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, എടുത്തിട്ടുള്ള വണ്ടികൾ മാത്രമല്ലല്ലോ, അല്ലാതുള്ള ഇത്തിരി കൂടിയ വണ്ടികൾ 1-2 വന്നിട്ടുണ്ട്. നേരെ ഇവിടെ വന്ന് എടുക്കണ്ട, എല്ലാ കടകളിലും കയറി വില തിരക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് എടുക്കാവൂ. പോരെങ്കിൽ സ്പെഷ്യലായിട്ട് എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ ഗ്യാരണ്ടിയാണ്. ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുപ്പിച്ചാൽ മതി. വേറെ നോക്കേണ്ട ഭാഗങ്ങളെല്ലാം, അവർക്ക് നോക്കാൻ കഴിയില്ലാത്ത ഭാഗങ്ങളെല്ലാം നോക്കിയെടുത്തിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. പിന്നെ പോരാക്കുറവുകളൊക്കെ, ചെറിയ പോരാക്കുറവുകളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പഴയ വണ്ടികളല്ലേ, അല്ലാതെ വില കൂടിയ വണ്ടിയൊക്കെ ഒന്നും ഒരു പോരാക്കുറവും ഉണ്ടാവത്തില്ല. ബാക്കി പഴയ വണ്ടികളിലൊക്കെ എല്ലാം നോക്കിയെടുത്തിട്ടിരിക്കുന്നതാണ്. നല്ല വണ്ടികളായിരിക്കും, അത്രയേ ഉള്ളൂ. ഈ ചെമ്മണ്ണ് തറയും മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്നതാണ്. കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഈ ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെ ഒരു പുതിയ വണ്ടി പോലെ ഇരിക്കുമെന്ന് വിചാരിച്ചു. ചിലപ്പം ഈ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കൂടുതലാണെങ്കിൽ വണ്ടിയും ക്ലാരിറ്റി കൂടും. അതേ ക്ലാരിറ്റി ചിലപ്പോൾ ഡയറക്റ്റ് വന്ന് നോക്കുമ്പോൾ കാണത്തില്ല. എത്ര പോളിഷ് ചെയ്തുകൊണ്ടിട്ടിരുന്നാലും 2 ദിവസം മഴയും 2 ദിവസം വെയിലും ആകുമ്പോഴെല്ലാം മങ്ങും. അതാണ്, ഈ ടയറിൽ മണ്ണടിച്ച് അങ്ങനെയൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസമേ വരും. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സീറ്ററും ഫ്ലോർ മാറ്റും ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ വൃത്തിയാവും, ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ്. നല്ല വണ്ടികൾ കുറേ വന്നിട്ടുണ്ട്, കുറേ വണ്ടികൾ വന്ന് പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ കക്ഷി നന്ദു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അതുമൊക്കെ പോയി. പിന്നെ കുറച്ച് വണ്ടികളുണ്ട്. ഞാൻ ഒരു 7 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഒരു യാത്രയിലായിരുന്നു, വയനാടൊക്കെ ആയിരുന്നു. അപ്പം കുറച്ച് വണ്ടികൾ വിൽക്കാൻ പറ്റിയില്ല. എന്നാലും ഇന്നിപ്പോൾ കാലത്തെ ഇടുക്കിയിലേക്ക് മാരുതി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ കൊടുക്കൂ അല്ല അവർ കൊണ്ടുപോയി, ഒന്ന് എടുത്തിട്ട് പോയി. പിന്നെ ഇൻഡിഗോ മലപ്പുറത്ത് ഇന്നലെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടികൾ സ്ഥിരം കച്ചവടം നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആരും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോയിൽ, അപ്പോൾ എല്ലാവരും അറിയുകയും അപ്പോൾ അത് കണക്കാക്കി അടുത്തത് എനിക്ക് ഒത്തിരി കൂടെ ക്വാളിറ്റി വരുത്താം. അപ്പോൾ അവർക്കും അതൊരു അനുഭവമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്താ പറയാൻ, എല്ലാം നല്ല വണ്ടികളാണ്, എല്ലാം പറയുന്നത് തന്നെയാണ്. അതാ പറയുന്നത്. നേരെ ഈ ചിലരൊക്കെ വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. വിലയെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കണ്ടീഷനാണ് വില. ഞാനിപ്പോൾ ഇന്ന് ഇടുക്കി കൊടുത്ത മാരുതി 2005 വില 55 രൂപയാണ്. ഞാൻ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ 40 രൂപയ്ക്കാണ് കൊടുത്ത് 2005 വണ്ടി. അതാ ക്വാളിറ്റിയുടെ വ്യത്യാസമാണത്. ഇന്നിപ്പോൾ അവരൊന്നും പറയാതെ എടുത്തിട്ട് പോയത്. അപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ചിലർ വില കൂടിപ്പോയെന്ന് പറയുന്നു, ചിലർ
പാകമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല വണ്ടി അഴുക്ക വണ്ടിയുണ്ട്, അത് അങ്ങനെ തന്നെയാണ്. വില പഴയ വണ്ടിക്ക് അതിൻ്റെ വൃത്തിക്കനുസരിച്ചാണ് വില, അല്ലാതെ മോഡലല്ല വില. നല്ല വണ്ടിക്ക് നല്ല വിലയും പിന്നെ കഴിവിൻ്റെ പരമാവധി കുറച്ച് ലാഭത്തിൽ കുറച്ച് തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വീഡിയോ നീളം കൂടിപ്പോൾ ഒരുപാടായാലും പിന്നെ രണ്ടായിട്ട് ചെയ്യേണ്ടി വരും. 2018 ZXi പെട്രോളാണ്, സെലീരിയോ, മാനുവൽ, ഓട്ടോമാറ്റിക് അല്ല കേട്ടാ. 360 കൊടുക്കാം. നല്ല വണ്ടി, പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ഫ്രണ്ടിൽ ചെറിയ ഒരു തട്ടുണ്ട്, അത് കസ്റ്റമർക്ക് അറിയാത്ത രീതിയിൽ തന്നെ പണിതിട്ടുമുണ്ട് കേട്ടോ. അതൊന്നും വണ്ടിയെ സംബന്ധിച്ചൊരു വിഷയമുള്ള അതല്ല, ചെറിയ വിഷയമായാലും പറയുന്നതേ ഉള്ളൂ. നല്ല വണ്ടി, പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡായി. 32,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എഴുതി മേടിക്കും, എഴുതി കൊടുക്കും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വാങ്ങിക്കുമ്പം കിലോമീറ്റർ എഴുതി മേടിക്കും, കൊടുക്കുമ്പോൾ കിലോമീറ്റർ എഴുതി കൊടുക്കും. ഞാൻ എഴുതാൻ മറന്നുപോയാൽ വരുന്നൊരു കസ്റ്റമർ പറഞ്ഞ് എൻ്റെ കോളമുണ്ട് കിലോമീറ്റർ എഴുതാനുള്ള എഗ്രിമെൻ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ എഴുതി തന്നെയാണ് കൊടുക്കുന്നത്. സെലീരിയോ ZXi മാനുവൽ 2018 തേർഡ് ഓണർ 32,000-36,000 കിലോമീറ്റർ. എവിടെ ഈ തട്ടുണ്ടെന്ന് പറഞ്ഞേ? ഫ്രണ്ട് അറിയത്തില്ല, അത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. മേജർ ഇടി അങ്ങനെ അല്ലല്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 2012 VDI സ്വിഫ്റ്റ് ഡിസയർ തേർഡ് ഓണർ 110 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ പുതിയ വണ്ടിയുടെ അതേ ക്വാളിറ്റി പഴയതിലും പ്രതീക്ഷിക്കാവുന്ന അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. 310 വില. ഈ മേജർ സർവീസ് ഒക്കെ എല്ലാം കഴിഞ്ഞതാ, എല്ലാം കഴിഞ്ഞിടക്കാ. 2012 ലാസ്റ്റ് വണ്ടി VDI ഡിസയർ ഡീസൽ തേർഡ് ഓണർ 1,10,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണേ. 310. വണ്ടിക്കകം കൊള്ളാം, നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം വൃത്തിയുണ്ട്, ടോട്ടലി നല്ലതാണ് വണ്ടി. ഓടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നട്ടിൻ്റെ ഒന്നും കിലുക്കം ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ടയറെല്ലാം കൊള്ളാം, നല്ല ടയർ. ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വില കൂടുതലെന്ന് പറയുമോ? അതൊന്നും പറയത്തില്ല. അതല്ല പറയുന്നത് പൊതുജനമല്ലേ, എന്തും പറയാമല്ലോ. നമുക്ക് അവരുടെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ പറ്റും. പറയുന്നവർ പറയട്ടെ. വില കൂടുതലെന്ന് പറഞ്ഞ വണ്ടികളെല്ലാം ഇവിടെ നിന്ന് പോയി. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു 2007 ആൾട്ടോയ്ക്ക് ഞാൻ 95 രൂപ ഇട്ടിരുന്നു. 95 എത്ര, ആ 95 രൂപയ്ക്ക് തന്നെ എടുത്തിട്ട് പോയി. അപ്പോൾ അതിന് വില കൂടുതലെന്ന് കമൻറ്റുകളുണ്ടായിരുന്നു. കമൻറ്റ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, നമുക്ക് ആരും എന്തും പറഞ്ഞൂടെ. 2011 വെൻഡോ 1.25 കിലോമീറ്റർ തേർഡ് ഓണർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഡീസൽ നല്ല വണ്ടി. ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനോ? അതൊക്കെ എല്ലാം നിലവിൽ പണിയൊന്നുമില്ല, ചെയ്തിട്ടേക്കാം. 2.25 രൂപ വില. 2.25. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല വണ്ടി, നല്ല വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതിറങ്ങിയ ഹൈലൈനാണ് കേട്ടോ. ഓക്കെ, ഡീസലാണ്. മൈലേജ് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കാണും. 17 മൈലേജ് കൂടുതൽ കിട്ടും. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിയെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? 2.25 രൂപ. കൊള്ളാം, വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് പോകണം. നല്ല ഷേപ്പാണ്, വേറെ കുഴപ്പങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഡസ്റ്റർ 2014 സിംഗിൾ ഓണർ ഡീസൽ. എത്ര ഓടി? 360 വില. 1.30 ഓടി. 360 വില. 5.25 രൂപയൊക്കെ മാർക്കറ്റിൽ ഇത് വില OLX-ലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഫസ്റ്റ്. ഓ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഈ വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്, നല്ല ഉണ്ട്. VDI ഉണ്ട്. കവേഴ്സാണ് ചെയ്തേക്കുന്നത്. ടയറെല്ലാം പുതിയ ടയർ, റീപ്ലേസ് ആക്സിഡന്റ്. ഫ്രണ്ട് ഗ്ലാസ് നോക്കിയിട്ട് മാറിയിട്ടുള്ളത് പോലെ ഒന്നും ആക്സിഡന്റ് അല്ല. പൊട്ടിയിട്ടുണ്ടോ? ഫ്രണ്ട് പൊട്ടിയിട്ടല്ല, ഒരു വ്യത്യാസം, നമ്പറിൽ വ്യത്യാസം. ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ബോണ്ടൊന്ന് പൊക്കി കാണിച്ചാണ് നമുക്ക് അതൊരു ക്ലിയർ ചെയ്യാമല്ലോ. അല്ല, അങ്ങനെയുള്ളതിൽ അങ്ങനെ ഇവിടെ കാണിച്ച് വിടാം കേട്ടോ. നല്ല വണ്ടി, ഒന്നുമില്ല.
തൊട്ടിട്ട് പോലുമില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓരോ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡീസലാണ്, 135 ഓടി, ഫസ്റ്റ് ഓണർ. ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയതായിരിക്കും. എൻ്റെ ടൈം ആയിട്ടുണ്ടാകുന്നോ അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. അതിനെക്കുറിച്ച് അറിയത്തില്ല. ബാക്ക് ടയറൊക്കെ നല്ല ടയർ കിടപ്പുണ്ട്. ടയറെല്ലാം പുതിയ ടയറാണ്. സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തി. 5,4 രൂപയൊക്കെ മാർക്കറ്റിൽ OLX-ലൊക്കെ വില കിടക്കുന്നുണ്ട്. ഇത് RXL ആണ്, ഫുൾ ഓപ്ഷൻ. എത്ര ചോദ്യം? 360. അപ്പോൾ ഒരു ഇപ്പം ഈ പറഞ്ഞ വണ്ടിയൊക്കെ എല്ലാം ലോൺ സൗകര്യം ഉള്ള വണ്ടിയാണ്. ആണ്. അപ്പം അത്യാവശ്യം ഞാൻ ലോൺ കൊടുക്കില്ല എന്ന് വാശിയുള്ളവർക്കൊക്കെ വന്നെടുക്കാം. ലോൺ കൊടുക്കുന്ന വണ്ടികളാണ്. സർവീസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ. 2012 ഫോർഡ് ഫിഗോ. ഓണർഷിപ്പ് തേർഡ് ഓണറാണെന്ന് തോന്നുന്നു. തേർഡാണ്. 1.25 ഓടി. ഇപ്പോൾ 2 ഷോക്ക് അബ്സർ മാറിയിട്ടുണ്ട്. വേറെ പുതിയ ഇൻഷുറൻസ് നിലവിലില്ല. ഇൻഷുറൻസ് കൂടെ എടുത്ത് 120 കൊടുക്കാം. 120. അതെ. നല്ല വണ്ടി. സീറ്റൊക്കെ വന്ന അതേ മോഡലിൽ തന്നെ കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ചെയ്തതല്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡീസലാണ്. തുരുമ്പോ മറ്റു കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഒരു വണ്ടികളിലും ഇല്ല. റീപെയിന്റ് എന്തായാലും കാണുമല്ലോ. അതൊക്കെ ഉണ്ടാവും, ടച്ചിങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബമ്പർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ വയ്യൂ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിച്ചാൽ? 120. 120. വേറെ അപാകതകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. 14 പുന്തോ, 2014 പുന്തോ ഡീസൽ. നല്ലൊരു അലോയ് വീൽ കിടപ്പുണ്ട്. ടയർ ആവറേജ് ടയേഴ്സാണ്. എന്തോ ഓടിയിട്ടുണ്ട് മോനെ? പുന്തോ എത്ര ഓടി? 87 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. അത് വിട്, 160 വിട്ട് എന്നില്ലേ? 87,000 ഓടി അല്ലേ? ഓടി. ഓണർഷിപ്പ് തേർഡ്. ഡീസലാണ്. 160 വില. 160 പുന്തോ. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം വണ്ടി ഇവിടെ ഇല്ലായിരുന്നു. മെനങ്ങിയാന്ന് വന്നതേ ഉള്ളു. ഞാനിവിടെ ഇല്ലായിരുന്നു. കാര്യമായുള്ള പണിയാണോ? 160. ചെറിയ പണികളാണോ? ചെറിയ പണികൾ. EGR ക്ലീൻ ചെയ്യാൻ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികൾ വേറെ എന്തൊക്കെയോ ചെയ്തു. നല്ല വീൽസാണ്. അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ടയേഴ്സ് ആവറേജേ ഉള്ളൂ. എത്ര ആവറേജ് ആണ്? 160 അല്ലേ? 160. റീപ്ലേസ് ഉണ്ടോന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോ? വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? 14 മാറിയിട്ടില്ല. മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയിട്ടില്ല. കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ആക്സിഡന്റ് ഇഷ്യൂ ഒന്നും ഉള്ളതല്ല. 2012 ഇയോൺ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നത്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ് ഓണർ. തേർഡാണോ സെക്കൻഡ് ആണോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. അതിൽ സംശയമുണ്ട്. അതിൽ സംശയമുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, നല്ല കൂടിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. നല്ല മോഡൽ ടൈപ്പ് ചാവി ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. പിന്നെ ബോക്സുകൾ, കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള, നല്ല പൈസ ചിലവാക്കി വെച്ചിരിക്കുന്ന വണ്ടി. 135 കൊടുക്കാം. ടയറെല്ലാം കൊള്ളാം. ടയർ ഫ്രണ്ട് ടയർ നല്ല എല്ലാം കൊള്ളാം. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വണ്ടി കാണാനൊക്കെ നല്ല കണ്ടീഷൻ വണ്ടി. അത് മഴ പെയ്ത് മണ്ണൊക്കെ അടിച്ചിരിക്കുകയാണ് ടയറിലൊക്കെ. ചെറിയ പാടുകളേ ഉള്ളൂ. ഐ മീൻ ടച്ച് ചെയ്യാൻ. അല്ലാത്ത പക്ഷം വേറെ നല്ലോണം പൈസ ചിലവാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 135. പെട്രോളാണ്. ഡീസലാണെന്ന് ചോദിക്കുന്നവരുണ്ട്. പെട്രോളാണ്. ബാക്ക് ടയർ ആവറേജ്. ഫ്രണ്ട് ടയർ, മറ്റേ ടയർ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇത് അല്ല, ഒരു ടയർ അങ്ങാണ്ട് കുറവുള്ളൂ. ബാക്കിയെല്ലാം നല്ല ടയർ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ആക്സിഡന്റ് വണ്ടിയൊന്നുമല്ല. 2013 എറാ പ്ലസ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡോ മറ്റോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയാൻ വയ്യ. എല്ലാം ഓർമ്മ വയ്ക്കുന്നില്ല. പഠിച്ച് വെക്കണ്ടേ മുതലാളി? 80 എത്രയോ ഓടി. ഇതിൽ സ്റ്റീരിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സ്റ്റീരിയോ ഇല്ല. ശ്രദ്ധിച്ചോളണം. അവർ ഇളക്കി എടുത്തേക്കുന്നത് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന നല്ല വണ്ടി. വെച്ചു കൊടുക്കുമോ? ഇല്ല. ഇങ്ങനെ കൊടുക്കും. 155 വില കേട്ടോ. എൻ്റെ പുതുപുത്തൻ കണക്കിരിക്കുകയാണ്. ബാഗിൽ ചെറിയൊരു തട്ട് കെട്ടിയിട്ടുണ്ട്. അത് പണിതിട്ടുമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിക്കി തുറന്നാലേ അറിയത്തുള്ളൂ. അത് വേറെ വൃത്തികേടായിട്ട കാര്യങ്ങളല്ല. ഇതിന് സ്റ്റെപ്പിനി ഇല്ല. നോക്കട്ടെ, ഒന്ന് കാണിച്ചേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതൊന്ന് കാണിക്കണ്ടേ? ഈ ഭാഗം കുറച്ച് ഞണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗം അത് നല്ലോണം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അവിടാണ് അപ്പോൾ കംപ്ലൈൻറ്റ്. സ്റ്റെപ്പിനി ഇല്ല. സ്റ്റെപ്പിനി ഒന്നും അറിയത്തില്ല, കസ്റ്റമർക്ക് അതൊന്നും വലുതായിട്ട് അറിയത്തില്ല. ശ്രദ്ധിച്ച് നോക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. വൃത്തിയായിട്ട് അത് പണിതിട്ടുണ്ട്. എത്ര ചോദ്യം? 1.55. 1.55. എന്തെങ്കിലും കൂടി കുറയോ? കാരണം ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്. അല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം എല്ലാത്തിലും വരുത്തിയല്ലേ പറ്റത്തുള്ളൂ. എല്ലാത്തിലും അങ്ങനെ വരുത്തിയാണ് കൊടുക്കാറുള്ളത്. ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ എല്ലാ വണ്ടിക്കും. അങ്ങനെ വില കുറച്ചാ കൊടുക്കുന്നത്. 14 സാൻഡ്രോ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. സെക്കൻഡോ തേർഡോ ആണ്. സനുവിൻ്റെ വീഡിയോയിൽ 2.25 രൂപ 13-ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് 1,40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടാ. ഇതാ 1,00,000. 2014 എന്തെങ്കിലും ഫാൾട്ടുകൾ പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കും. ചെറിയൊരു അര കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. 1-2 പേര് ഒന്ന് നോക്കിയിട്ടേ, ബോണറ്റൊക്കെ തുറന്ന് നോക്കിയിട്ട് ചെറിയൊരു അതൊന്ന് കാണിച്ചു കൊടുക്കാം. കാണിച്ചോളൂ, നമുക്ക് കാണിച്ചോളാം. ഡോർബേയുടെ കാര്യങ്ങളൊക്കെ വൃത്തിയാണ് ഈ ഭാഗത്ത്. അതാണ് അത്രയും വില കുറച്ച് കൊടുക്കുന്നത്. ഇവിടെ കിടന്നിട്ട് കഥയില്ലല്ലോ, ഇനി മുതലായാലും കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുക, കാശാക്കുക എന്നുള്ളതാണ് കച്ചവടം. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. 2.25 രൂപ മാർക്കറ്റിൽ സനുവിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. 2.25 രൂപ 13-ന് ചോദിക്കുന്നതേ. അതിൻ്റെ അകമൊന്ന് കാണിച്ചു കൊടുത്തേ. വേറെ കുഴപ്പമൊന്നുമില്ല, അകപ്പം വൃത്തിയായിട്ട് എനിക്കും തോന്നുന്നു. എന്തെങ്കിലും നിങ്ങൾ കാണുന്നതിൽ പൊട്ടിപ്പൊന്നുമില്ല. കാണിച്ചു കൊടുക്കും. ബോണറ്റ് മാറിയിട്ടില്ല, ആക്സിഡൻ്റ് അല്ല. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ വൃത്തിയേട്. അതൊക്കെയുള്ള കുറവെന്ന് പറഞ്ഞതേ. അങ്ങനെയൊക്കെ ഉള്ളതാണ്. വില 1,00,000 രൂപ മാർക്കറ്റ് വിലയെക്കാട്ടി കുറവാണ് കേട്ടോ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് ചെയ്തും കൊടുക്കും. ഓക്കെ. 2008-9 രജിസ്ട്രേഷൻ സാൻഡ്രോ സ്വിങ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡോ. പിന്നെ എൻ്റെ വണ്ടിയൊക്കെ ഒന്നും ഞാൻ ഓണർഷിപ്പ് നോക്കാറില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ വണ്ടി നല്ലതാണെന്ന് നോക്കും. തമാശയല്ല, ഓണർഷിപ്പ് മാറിയാലേ വണ്ടി വൃത്തിയാവണമെന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിക്കാരനാണ് ഞാൻ. നമുക്കത് അറിയണ്ടേ. അതുകൊണ്ട് ഇത് 92 രൂപയ്ക്ക് കൊടുക്കാം. 92. വണ്ടി 2029 വരെ പേപ്പറുണ്ട്. സാൻഡ്രോ സിംഗ് ആണ്. നല്ല വണ്ടി, ഒന്നും കുഴപ്പമില്ല. ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. കച്ചവടം ഒരുപാട് കച്ചവടം ചെയ്യല്ലേ സനൂപ. അതുകൊണ്ടേ ഈ വണ്ടികളുടെ വിലകൾ അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട്. ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് ടയറൊക്കെ നല്ല. ഈ ടയറിലാരും സൗന്ദര്യം നോക്കല്ലേ, എല്ലാ മണ്ണും മഴ പെയ്ത് മണ്ണ് കയറി കിടക്കുകയാണ്. ടയറല്ല, ടയറും ബോഡിയൊക്കെ. ഇത് കൊണ്ടുപോയി കഴുകി തുടച്ച് കാർ പോർച്ചിൽ ഇടുമ്പോഴേ വണ്ടി വൃത്തിയാവും. ഇവിടെ കിടന്നാലേ വണ്ടി അത്ര വൃത്തിയൊന്നുമില്ല കാണാൻ. കാറ്റും വെയിലും മഴയും എല്ലാം ഇവിടെ കിടന്ന് കൊള്ളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മണ്ണ് മഴ പെയ്ത് മണ്ണ് തെറിക്കുന്നുണ്ട്. അപ്പോൾ ടയർ ഒരു വൃത്തിയില്ല. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക, അത്ര തന്നെ. ഇതിൻ്റെ വില 92 രൂപ കേട്ടോ. 2008-9 രജിസ്ട്രേഷൻ. നല്ല വണ്ടി സാൻഡ്രോ സ്വിങ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇല്ല എന്നൊന്ന് നോക്കട്ടെ. അല്ല, പവർ വിൻഡോ ഇല്ല, 2 ഡോർ പവർ വിൻഡോ ഇല്ല. മറ്റേലുണ്ടെന്ന് തോന്നുന്നു. 2006 നവംബർ അൾട്ടോ LXi ആണ്. ACയും പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടി. ഒരു ചെറിയ കുടുംബത്തിന് എടുത്തുകൊണ്ടായാലും ഒന്നും നോക്കാതെ ഓടി കിടക്കാം. ഇപ്പോൾ എടുത്തിട്ട 4 പുത്തൻ ടയറാണ്. ഇത് പാർട്ടി എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെ കൊടുക്കാൻ ഞാൻ കൊച്ചൊരു കുടുംബത്തിന് എടുത്ത് അടുത്ത വർഷം അവസാനം 1.5 വർഷം പേപ്പറുണ്ട്. ഈ വർഷം അവസാനം വരെ ഇൻഷുറൻസ് ഉണ്ട്. 10-20 മൈലേജ് കിട്ടും. പെട്രോളാണ്. പിന്നെ കൊച്ചു വണ്ടികളായതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ. ഇതെല്ലാം പാങ്ങക്ക് വേണ്ടിയുള്ള വണ്ടികളാണ്. മറ്റേയൊക്കെ പണക്കാർക്കുള്ളത്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണവരെ ഒന്നും അറിയണ്ട. അത് എൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ തരും. വില കുറവല്ലേ, അപ്പം പൈസ ഇല്ലാത്തവരല്ലേ വരുന്നത്. അപ്പോൾ അത് വണ്ടിയെക്കുറിച്ച് അറിയണമെന്നൊന്നുമില്ല. ഇത് എടുക്കാൻ വരുന്നവർക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി. എത്ര ചോദിക്കുന്നത്? അതെ, 77 രൂപയ്ക്ക് കൊടുക്കാം. 77? 77 രൂപ. അല്ല, 77 ഇപ്പം 4 ടയർ പുതിയതാണ് എടുത്തിട്ട പുത്തൻ ടയർ. 77 എന്ന് പറഞ്ഞാൽ പിന്നെ വില അങ്ങനെയല്ലേ പറയുന്നത്. 2-3 രൂപ ഗ്യാപ്പുള്ള വിലകൾ തന്നെയാണ് എല്ലാം പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ആവും. 2009 സാൻഡ്രോ സ്വിങ്. നല്ല ക്ലീൻ വണ്ടി. എന്ത് കുഴപ്പമുണ്ടെങ്കിലും ശരിയാക്കി കൊടുക്കും. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയർ. 95 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1 രൂപയ്ക്ക് ഇട്ടിരുന്നതാണ് കഴിഞ്ഞാൽ. ഞാൻ എടുക്കാൻ വരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ 2-4 വണ്ടികൾ അങ്ങനെ കിടപ്പായി. അല്ലാതെ ഒന്നും പോവാതെ ഒന്നും ഇവിടെ ഒന്നുമില്ല. ഒരാളെടുത്തില്ലെങ്കിൽ വേറൊരാളെടുക്കും. ആ ഒരു രീതിയാണ്. അതാണ്. ചിലർക്കൊന്നും വന്നാലേ ഈ ക്യാമറയിലെ ഗ്ലൈസിങ്ങൊക്കെ കണ്ട് വരുന്നവരുണ്ടേ. അപ്പോൾ അത്ര ഗ്ലൈസിങ്ങൊന്നും ഇവിടെ വന്നു നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോൾ അവരങ്ങ് പോവും. പിന്നെ ചിലർക്ക് ഈ സൈലൻസർ വെച്ചിരിക്കുന്ന പുക പോകാനാണെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്. ഇതിൽ പുക വരുന്നതെന്നൊക്കെ ചോദിക്കും.
കറുത്ത ഒരു കുഴപ്പമുള്ളതല്ലോ, വെളുത്താണ് കുഴപ്പം. ചെറിയ പുകയൊക്കെ വരും. 15 വർഷമായാലേ ചെറിയ നൈസ് പുകയൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ വണ്ടിയാവില്ലല്ലോ. ഇത് എഞ്ചിനല്ലേ, വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലാതെ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയല്ലേ. എടുക്കാൻ വരുന്നതിനെ സംബന്ധിച്ച് തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ അല്ലേ വരുന്നത്. പൈസയൊക്കെ ഇങ്ങനെ സ്വരൂപൂട്ടി വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകും എന്നുള്ളൊരു പേടി. അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. എൻ്റെ നിന്ന് എടുക്കുന്നവർക്ക് പറ്റിയാൽ ഞാൻ പരിഹാരം കാണും. അതാണ് എൻ്റെ ഇത്. എൻ്റെ നിന്ന് എടുത്ത് പറ്റുന്നവർക്ക് ഞാൻ പരിഹാരം കാണും. അത് ഉറപ്പിക്കുക, അത്രയേ ഉള്ളൂ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഈ 30 ലക്ഷം രൂപയുടെ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഇനോവ കൊടുത്തു. ഞാൻ 2005 ഇനോവ, ഞാനിപ്പം വയനാട്, മൈസൂർ, ഊട്ടിയൊക്കെ കറങ്ങിയ വണ്ടിയാണ്. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ അവൻ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഓടി. ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എറണാകുളം പാർട്ടിയിൽ നിന്ന് എടുത്തിട്ട് പോവുകയും ചെയ്തു, അതേ വിലയ്ക്ക്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. 2009 LXi വാഗണാർ, 29 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 2 or 3 എനിക്കറിയാൻ വയ്യ. ഓണർഷിപ്പ് എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല, വണ്ടി നല്ലതാണെന്നേ നോക്കും. പിന്നെ 2009 വാഗണാർ, 29 വരെ പേപ്പറുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല വണ്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലാണ് ഞാൻ ഈ പറഞ്ഞ പുക വരുന്നൊരു കക്ഷിക്കാരൻ പറഞ്ഞതേ. അങ്ങനെയൊക്കെ ചെറിയ പുകയൊക്കെ വരും. അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന വണ്ടിക്ക് ഇത്തിരി പുക വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ വിഷമിക്കേണ്ട കാര്യമാണത്. നമ്മളെല്ലാവരും മനുഷ്യരില്ലേ. ഈ വയ്ക്കാതെ 3-4 വണ്ടികൾ ഇട്ടിരിക്കുന്ന എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടല്ലേ. ഞാനിപ്പോൾ മേടിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ. 3-4 വണ്ടികളിലൂടെ കിടപ്പുണ്ട് ഞാൻ വിൽക്കാത്ത വണ്ടികൾ. അതിനിപ്പം പണിഞ്ഞാലും എൻ്റെ മാർക്കറ്റ് വില താഴെയാണ് വില വരുന്നെങ്കിൽ അത് പണിഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടേക്കാണ്. അത് സ്മാരകമായിട്ട് ഇവിടെ കിടക്കും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ. അതുപോലെ താണ്ട് ആ വണ്ടി 2007 വണ്ടിയാണ്. വണ്ടിയൊക്കെ നല്ല വണ്ടി, പുകയുണ്ട്, നല്ല പുകയുണ്ട്. ഒരു 15 രൂപയുടെ പണി ചെയ്താൽ 65 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപയുടെ പണി ചെയ്താൽ 80 രൂപയാവും. മാർക്കറ്റിൽ 1 രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട്. 15 രൂപയുടെ പണി ചെയ്താൽ നല്ല പുതുപുത്തൻ കണക്കാവും വണ്ടി. എത്ര ഓണർഷിപ്പ്? അത് ഓണർഷിപ്പ് 8. 12 ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. 12 ഓണർഷിപ്പായ വണ്ടി. എന്ത് കാണാൻ എന്ത് രസകരമെന്ന് അറിയാം വണ്ടി. ഓണർഷിപ്പ് മാറുന്നതനുസരിച്ച് വണ്ടി വൃത്തിയായിക്കൊണ്ടിരിക്കും. അത്രത്തോളമൊന്നും ഇത് വൃത്തിയായിട്ടില്ല. അത് അവസാനം ഒരു ഓണറെ കയ്യിൽ കുറച്ചു കാലം ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണെങ്കിൽ വണ്ടി വൃത്തിയായിട്ടിരിക്കുന്നു. ഒരിക്കലുമല്ല. അത് അവരുടെ അറിവുകേടാണ്. പിന്നെ ഞാൻ വണ്ടി മേടിച്ചാൽ വൃത്തിയാക്കുമോ നശിപ്പിക്കുമോ? നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി ഞാൻ മേടിച്ചാൽ വൃത്തിയാക്കുമോ നശിപ്പിക്കുമോ? വൃത്തിയാകത്തേ ഉള്ളൂ. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അല്ല, ഓരോരുത്തർ ആ ഒരു കൺസെപ്റ്റില്ലേ ഓരോരുത്തരെ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറൊരാൾ കച്ചവടം ചെയ്യുന്ന കണക്കല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഇതൊരു സംഭവമാണ്. 2010-11 രജിസ്ട്രേഷൻ LXi അൾട്രയാണ്. സിംഗിൾ ഓണർ, 74,000 കിലോമീറ്റർ. നല്ല വണ്ടി. ഇന്നലെ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. റീപ്ലേസ് അടുത്ത വർഷം ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നല്ല വണ്ടി, തേയ്മാനമൊക്കെ കുറഞ്ഞ 74 കിലോമീറ്റർ, സിംഗിൾ ഓണർ, LXi. ടയർ എല്ലാം അത്യാവശ്യം കൊള്ളാം. വേറെ ടെസ്റ്റിൻ്റെ സമയത്ത് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ല വണ്ടി കേട്ടാ. എത്ര ചോദ്യം? 1 രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപ. നമുക്ക് ഒരുപാട് പേശുന്നവർക്ക് 2 രൂപയുടെ കുറച്ച് കൊടുക്കാം. അത് ശരി. പേശുന്നവർക്ക് കൊടുക്കുക. അല്ല, അങ്ങനെ കൊടുക്കുക. അതിൻ്റെ ഫൈനൽ വിലയാണ്. കൊണ്ടുവന്നതേ ഉള്ളൂ. ഈ 3-4 വണ്ടികൾ ഇന്നലെ വന്നതാണ്. ഇതൊക്കെ ഇന്ന് വന്നത്. അങ്ങനെയാണ്. നല്ല വണ്ടി. ഒന്നും പണിയെ ഒന്നും വേണ്ട. കൊണ്ട് പുത്തം വണ്ടികളൊക്കെ യൂസ് ചെയ്യാൻ വണ്ടി. ഞാൻ ഇന്നലെ ഓടിച്ച വണ്ടിയാണ്. എല്ലാം ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എടുക്കുന്നത് തന്നെയാണ്. നല്ല വണ്ടി. വീഡിയോ നമുക്ക് കൂടെ അതിൻ്റെ പോയി ഒരുപാട് സംസാരിച്ച് കുളമാക്കട്ടെ. ആ വണ്ടിയാണ് ജങ്ക് വണ്ടി. അല്ല, അതല്ല. അത് 2-3 ഉണ്ട്. അതുണ്ട്, മറ്റതുണ്ട്. വെളിയിൽ 2 എണ്ണം ഉണ്ട്. അതൊന്നും കൊടുക്കത്തില്ല. അത് ഇവിടെ മാറ്റിയിടും. ഇനി പണിതെടുത്താലും മോഡൽ വിലയ്ക്ക് അപ്പുറം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് പണിതിട്ട് കഥയില്ല. അതുകൊണ്ട് മാറ്റിയിടും. അപ്പോൾ അബദ്ധം നമുക്കും പറ്റുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അത്. പക്ഷേ എൻ്റെ എടുത്തോണ്ട് പോണവർക്ക് ആ അബദ്ധം പറ്റിയാൽ ഞാൻ പരിഹരിച്ചു കൊടുക്കും. ഞാൻ എടുക്കുന്നതിന് അബദ്ധം പറ്റിയാൽ എനിക്ക് പരിഹരിക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് എല്ലാവരും നോക്കുന്നതുമായ എല്ലാ തരം വണ്ടികളും കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കള്ളു കുടിച്ചിട്ട് വന്നിരിക്കുകയാണോ കുഴന്നൊക്കെ. ചേട്ടാ, എൻ്റെ സംസാരം ഇങ്ങനെ തന്നെയാണ്. ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. സ്പീഡ് കൂടുമ്പം ചിലപ്പം നാക്കൊന്ന് കുഴഞ്ഞെന്ന് വരും. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ആ ക്ഷീണം അത് ഈ കാണിക്കുന്ന അതുകൊണ്ട് കള്ളു കുടിച്ചിട്ടൊന്നും പോയി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട. എൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ്, വേറൊന്നുമല്ല. അപ്പം പഴയ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചു എന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.